പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി ആദർശിൻ്റെ സംസാരമൊക്കെ കേട്ട് മുറിയിലേക്ക് വരുന്നു. വാതിലടച്ച് അവിടെ ഇരുന്ന് എന്തൊക്കെ ആലോചിക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു പേപ്പർ എടുത്ത് രണ്ട് മൂന്ന് വാക്കുകൾ എഴുതുന്നുണ്ട്. തൻ്റെ മരുമകൾ ആണ് എനിക്ക് കരൾ തന്നത് എന്നൊരെണ്ണം, മരുമകളല്ല കരൾ തന്നത് എന്നും മറ്റൊന്നും, മരുമകൾ തന്നെ വെറുക്കുന്നു അതുകൊണ്ട് കരൾ ഒരിക്കലും തരില്ല എന്ന് ഒരെണ്ണത്തിലും, പിന്നെ മറ്റൊന്ന് മരുമകൾ തന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു അതുകൊണ്ട് കരൾ തന്നത് മരുമകൾ തന്നെയാണെന്നും ഉള്ളത്. എന്നിട്ട് അതൊരു മടക്കിയ കുപ്പിയിലാക്കി ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവച്ച് നല്ലോണം കുലുക്കിയിട്ട് വെച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ ഏതാണ്ടൊക്കെ എനിക്ക് പകുതിയോളം മനസ്സിലായി കഴിഞ്ഞ് കുറച്ചും കൂടെ ഒരു വ്യക്തത വരാനുള്ളൂ, അതെനിക്ക് നീ കാണിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നും ഒരു കടലാസ് എടുക്കുന്നത് ഈ ഒരു വാക്കായിരുന്നു. മരുമകൾക്ക് തന്നെ തന്നോട് ആത്മാർത്ഥമായ സ്നേഹമാണ്, അതുകൊണ്ട് മരുമകൾ തന്നെയാണ് കരൾ തന്നത് എന്നുള്ളൊരു പേപ്പറാണ് കിട്ടിയത്. ദേവയാനി അപ്പോൾ അത് വായിച്ചിങ്ങനെ പൊട്ടി കരയിന്. അതിനുശേഷം ദേവയാനി അമ്പലത്തിലേക്ക് പോകും. അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കും. പൂജാരി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അച്ഛനും ഇപ്പോഴും നയനയുടെയും എൻ്റെയും പേരിൽ മൃത്യുഞ്ജയ ഹോമം കഴിക്കാറുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇപ്പം അത് കഴിക്കാറില്ല, കാരണം അത് അധികമായാൽ തിരിച്ചടിക്കും, അതുകൊണ്ട് പൂജ എല്ലാ മാസവും പൂജ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കുട്ടിക്ക് ദേവയാനി എന്ന് വെച്ചാൽ ജീവൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായിമ്മയും മരുമകളും സ്നേഹിക്കാത്തതിലുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പരമാവധി ഒത്തുപോകാൻ നോക്കാനൊക്കെ പറഞ്ഞ് പൂജാരി അവിടെ നിന്ന് ഉള്ളിലേക്ക് പോകും. ദേവയാനി ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്ന സമയത്തായിരിക്കുള്ളൂ നയനയും അവളെ അമ്മയും കൂടെ വരുന്നത്. ഞാൻ ആരെയാണോ മനസ്സിലാലോചിച്ച ആളുകളുടെ മുന്നിൽ വന്നത് എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നയനയും കാണുന്നുണ്ട് ദേവയാനിനെ. അങ്ങനെ പരസ്പരം അടുത്തെത്തുമ്പോൾ ആദർശ് മോൻ്റെ അമ്മനെ നമ്മളെപ്പോഴും കാണുന്നുണ്ടല്ലോ എന്ന് കനകയും പറയും. അങ്ങനെ അടുത്തെത്തുമ്പോൾ ആ സമയത്ത് തന്നെ ദേവയാനി ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നു, ഇവളോട് ഇപ്പോൾ സ്നേഹം കാണിച്ചാൽ അതെല്ലാവരും അറിയും, അതുകൊണ്ട് കുറച്ചും കൂടെ വ്യക്തത വന്നിട്ട് മനസ്സ് തുറന്നാൽ മതിയെന്ന് വിചാരിച്ച് ദേവയാനി ഇങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് പോകുമ്പോൾ ഇങ്ങനെ പറയുന്നു, അമ്മേ ആൾക്കാരെ ബോധിപ്പിക്കാനെങ്കിലും എന്നെ ഒന്ന് സ്നേഹിക്കുകയോ മിണ്ടുകയോ ചെയ്തുകൂടെ അമ്മയെന്ന് ചോദിച്ചപ്പോൾ അതിനിപ്പോൾ ഇവിടെ ആൾക്കാരെ ബോധിപ്പിക്കാൻ ഇവിടെ അതിന് മാത്രം ആൾക്കാരുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നയനൊന്നും മിണ്ടില്ല. അങ്ങനെ ദേവയാനി അവിടെ നിന്ന് തിരിഞ്ഞു പോകണ്. ആദർശ് മോൻ്റെ അമ്മയ്ക്ക് ഒരു മാറ്റമില്ലല്ലോ മോളെ എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല മോളെ, നമുക്ക് നല്ലോണം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ദേവയാനി പോകും. ദേവയാനില്ല കനക പോകും. ദേവയാനി ആണെങ്കിൽ നയന അവിടെ തന്നെ നിൽക്കും. അങ്ങനെ ദേവയാനി പതുക്കനെ പകുതി എത്തുമ്പോൾ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. പരസ്പരം മരുമകളും അമ്മായിമ്മയും തിരിഞ്ഞ് നോക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ദേവയാനി ജോലി മേടിച്ചു കൊടുത്തൊരു നേഴ്സാണ്. ആ നേഴ്സിന് 50,000 രൂപ കൊടുത്തിട്ട് ഞാൻ 90% സത്യം അറിഞ്ഞ് എനിക്ക് കുറച്ചും കൂടെ അറിയാനുള്ളൂ, ഒരു വ്യക്തത വരാനുള്ളൂ, നീ എന്നോട് പറയണമെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ ആ പൈസ വാങ്ങാനും കൂട്ടാക്കില്ല, സത്യം പറയില്ല എന്ന് പറഞ്ഞ് എനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ പോലും സത്യം പറയാത്ത സ്ഥലത്ത് ഒരു നേഴ്സിന് സത്യം പറയാൻ പറ്റുമോ? എൻ്റെ ജോലി പോകുന്ന പറഞ്ഞപ്പോൾ ഞാനും നീ അല്ലാണ്ട് വേറെ ആരും അറിയില്ല, ദൈവത്തെ ഓർത്ത് നീ ഇതെന്നോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, എൻ്റെ മരുമോൾ തന്നെയല്ലേ എനിക്ക് കരൾ തന്നത്, നീ പറയണ്ട, എനിക്കറിയാം, എനിക്ക് ബ്ലഡ് തന്നതും എനിക്ക് കരൾ തന്നതും എൻ്റെ മരുമോൾ തന്നെയാണെന്ന് പറഞ്ഞ് അപ്പോൾ ദേവയാനിയുടെ അടുത്തേക്ക് തിരിയും. അല്ലേ സത്യമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും മേഡം മനസ്സിലാക്കിയ നിലയ്ക്ക് അതാണ് സത്യം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ ദേവയാനി നിപ്പിൽ നിന്ന് പൊട്ടിക്കരയിന്. എന്നിട്ട് ഇങ്ങനെ പറയുന്നു, എൻ്റെ ഭർത്താവും എൻ്റെ മോനൊന്നും എന്നോട് സത്യം പറഞ്ഞില്ല, അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഈ കാര്യങ്ങൾ, ഇപ്പം ഞാൻ നിൻ്റെ വായിൽ നിന്ന് അറിയാനാണ് വന്നത്, അത് നീയും പറഞ്ഞില്ല സത്യം, അപ്പം എനിക്ക് ഇപ്പം 100% ഉറപ്പായി എൻ്റെ മരുമകൾ തന്നെയാണ് എനിക്ക് കരൾ തന്നത് എന്നും പറഞ്ഞ് പിന്നെ 50,000 രൂപ കയ്യിൽ കൊടുത്തിട്ട് പറയും, നീ ഇത് പിടിച്ചോ, ഞാൻ ഈ സത്യം അറിഞ്ഞത് എൻ്റെ മോനോ എൻ്റെ ഭർത്താവോ അതുപോലെ തന്നെ ഡോക്ടറോ ഒന്നും അറിയരുതെന്ന് പറഞ്ഞ് ദേവയാനി ചട്ടം കെട്ടിയും കഴിഞ്ഞിട്ട് അവിടെ നിന്നും കഴിഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് പോകും. ഭഗവാനെ എനിക്കിപ്പം തന്നെ എൻ്റെ അമ്പലത്തിൽ പോകണം എന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ ദേവയാനി വീണ്ടും ക്ഷേത്രത്തിലേക്ക് വരും. ആ പൂജാരി ഒന്ന് ചോദിക്കുന്നത് എന്താ അത് നടടയ്ക്കാറായല്ലോ വീണ്ടും എന്തേ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, എനിക്ക് ഭഗവാനൊന്ന് കാണണമെന്ന് തോന്നി എന്ന് പറഞ്ഞു. നയനയും അവളുടെ അമ്മയും വന്നിരുന്നല്ലോ, പോയോ എന്ന് പറഞ്ഞപ്പോൾ ആ ദേവയാനി ഇങ്ങോട്ട് വരുന്ന സമയത്തായിരുന്നു അവർ വന്നത്, അവർ പോയി എന്ന് പറയും. അവർ എന്തെങ്കിലും വഴിപാട് കഴിച്ചു എന്ന് വെച്ചപ്പോൾ അവർ വഴിപാടൊന്നും കഴിക്കാറില്ല, അവളുടെ ആ കുട്ടിയുടെ അമ്മായിമ്മയ്ക്ക് വേണ്ടി മാത്രമേ കഴിക്കാറുള്ളൂ, ആ കുട്ടിക്ക് വേണ്ടിയൊന്നും ആ കുട്ടി കഴിക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ കുങ്കുമാർച്ചന നടത്തിയതെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ദേവയാനി ഇങ്ങനെ പൂജാരി ഉള്ളിലേക്ക് പോയപ്പോൾ ദേവയാനി ഇങ്ങനെ പൊട്ടിക്കരയുന്നു, ഞാൻ ഏത്തയിടാം, ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ ഇനി ഒരിക്കലും എൻ്റെ മുകളിലല്ല അവളുടെ മുകളിലല്ല ഞാൻ
എന്നും പറഞ്ഞ് പൊട്ടിക്കരയണ്. ഞാനിനി എൻ്റെ മരുമകളെ സ്നേഹിക്കും, ജീവന് തുല്യം സ്നേഹിക്കും എന്നൊക്കെ പറയുന്നു. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അനന്തപുരി തറവാടാണ്. അനന്തപുരി തറവാട്ടിൽ നമ്മുടെ ദേവയാനി പോയതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നു. ആ കരൾ തന്ന പെൺകുട്ടിയെ അന്വേഷിച്ചുള്ള പാച്ചിലാണ്. എപ്പോൾ പോയതിന് ഫോൺ പോലും എടുക്കണില്ല എന്നൊക്കെ മുത്തശ്ശിനോട് പറയുന്നു ജയൻ. ഇനി പറയണമെങ്കിൽ അറിയട്ടെ, എത്ര നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത്, നമുക്കതൊക്കെ പറയാം എന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞാൽ പിന്നെ അയാൾ ക്ഷമിക്കില്ല. അമ്മ നമ്മളെല്ലാവരും ആളെ പറ്റിച്ചെന്ന് പറയും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും വണ്ടി വരുന്നത്. അപ്പോൾ ദേവയാനി അമ്പലത്തിൽ നിന്ന് ഇലയിൽ പ്രസാദമൊക്കെ ആയി വരുന്നുണ്ട്. നീ ഇതെവിടെ പോയതെന്ന് ദേവയാനി, എപ്പോൾ പോയതെന്ന്, നീ ഇങ്ങനെ നടക്കണേ, ആ പെൺകുട്ടീനെ അന്വേഷിച്ചിട്ടാണോ നീ ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളാരും കാണിച്ചു തരുന്നില്ലല്ലോ, ഞാനെങ്കിലും പോയി കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാണാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിപ്പോൾ പോയത് എൻ്റെ മോന് രാത്രി ഉറക്കമില്ല, അപ്പോൾ അതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാണെന്ന് പറഞ്ഞു. നിൻ്റെ മോൻ ഉറക്കില്ലാത്തത് അവൻ്റെ ഭാര്യയെ കാണാണ്ടാണ്, അതിന് നീ കഴിയണം, അല്ലാണ്ട് ദൈവമല്ല, ഇപ്പോൾ ദൈവം കഴിഞ്ഞാൽ പോലും നീ കഴിയണില്ലല്ലോ എന്ന് ഉറപ്പ്. ഞാൻ എന്തിനാണ്, ഇവന് ഇഷ്ടമുണ്ടെങ്കിൽ ഇവന് പോയി വിളിച്ചിട്ടുണ്ടെന്നൂടെ എന്ന് ചോദിക്കും. അതെങ്ങനെ, നീയല്ലേ പറഞ്ഞത് നിൻ്റെ മരുമകളോട് അവിടെ പോയി നിൽക്കാമെന്ന് മുത്തശ്ശി ഇത്തിരി ദേഷ്യപ്പെട്ട് പറയും. അല്ലെങ്കിൽ തന്നെ ആ പെൺകുട്ടി വന്നിട്ട് എന്തിനാ 24 മണിക്കൂറും അതിനെ കുറ്റം പറയാനും നോവിക്കാനോ അല്ലേ നിനക്ക് നേരമുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി ഒന്നും മിണ്ടില്ല. അപ്പോൾ ജയനും പറയും, നീ എന്താ അമ്മ പറഞ്ഞതിന് മറുപടി ഒന്നും പറയാത്തത്, ഇപ്പോഴത്തെ കാലത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം കലഹിക്കുന്നിടത്ത് ഭാര്യനെ കാണാണ്ട് വിഷമിക്കുന്ന ഒരു ഭർത്താവാണ് നിൻ്റെ മോൻ. അവനിപ്പോൾ നയന നിൻ്റെ ഒപ്പം തന്നെ സ്നേഹമാണെന്ന് പറഞ്ഞപ്പോൾ ആദർശ് പെട്ടെന്ന് തിരുത്തുണ്ട്, അമ്മരൊപ്പം ഇല്ല അച്ഛാ, അമ്മ കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് ആരെന്ന് പറഞ്ഞപ്പോൾ എന്തിനാടാ നീ നുണ പറയുന്നതെന്ന് മുത്തശ്ശി ചോദിക്കും. എനിക്കിപ്പോൾ അവളെ കാണാണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം, നീ ആ കുട്ടീനെ നല്ലോണം സ്നേഹിക്കുന്നുണ്ടെന്നും ഞങ്ങൾക്കറിയാമെന്ന് മുത്തശ്ശിയും പറയും. അപ്പോൾ ദേവയാനി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോകും. നീ എന്തൊന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് മിണ്ടാനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അവളെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവരും പോയി അവളെ വിളിച്ച് കൊണ്ടുവന്നോ, എനിക്കൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് ദേവയാനി അകത്തേക്ക് പോകും. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് ദേവയാനി വിഷമിച്ച് പോകുന്ന കണ്ടപ്പോൾ ഞാൻ അമ്മനെയും നയനെയും ഒരുപോലെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അച്ഛാന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വേണ്ട എന്ന് മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ദേവയാനി പുറത്ത് വരാന്തയിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് പൊട്ടിക്കരയിന്. ശാന്തി പൂജാരി പറഞ്ഞ കാര്യം, ആ കുട്ടി അല്ലെങ്കിലും അതിൻ്റെ അമ്മായിമ്മയ്ക്ക് വേണ്ടിയിട്ട് പുഷ്പാഞ്ജലി കഴിക്കാറ്, വഴിപാട് കഴിക്കാറൊക്കെ, അല്ലാതെ ആ കുട്ടിക്ക് വേണ്ടിയല്ല എന്നൊക്കെ പറഞ്ഞ് അത്രയ്ക്ക് നല്ലൊരു പെൺകുട്ടീനെ നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയത് എന്നൊക്കെ പറയുന്നൊരു ഭാഗം അവളെ സ്നേഹിച്ച് ചേർത്ത് നിർത്തണം എന്നാണ് പറയുന്നത്. അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ദേവയാനി പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതോടെയാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.